ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത് ഊളത്തരത്തിന്റെ അങ്ങേയറ്റം എന്നാണ്. ഈ അന്തവും കുത്തുമില്ലാത്ത ഗോവിന്ദൻ സഖാവ്, ഇംഗ്ലീഷും അറിയില്ല നിയമം അറിയില്ലാത്ത റഹീം സഖാവ്, മലയാളത്തിൽ പോലും തെറ്റുകൂടാതെ ഒരു വാചകം പറയാനറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി സഖാവ്, പിന്നെ ബുദ്ധിയും ബോധമില്ലാത്ത അവരുടെ പാർട്ടി സഖാക്കളോട് ചേർന്നാൽ നമ്മുടെ നാട്ടിലെ നവോത്ഥാനം പൂർത്തിയായി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. എന്തായാലും ഈ വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും എന്തിനും പ്രതികരിക്കുന്ന A റഹീമിനും മിണ്ടാട്ടമേയില്ല. എന്താണോ ഇങ്ങനെ കുന്തമിഴിഞ്ഞ പോലെ ഇരിക്കുന്നത്? കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന് തിരിച്ചറിയുന്നവരുണ്ടാവണം. പ്രകാശ വേഗതയിൽ അപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിവുള്ള മനുഷ്യനാ. പിന്നെ ഒരു കല്യാണവും ഡിവോഴ്സും മിന്നൽ വേഗമല്ലേ. എനിക്ക് ലേശം ടെൻഷൻ കിട്ടാ, വെറുതെ എനിക്കൂടെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. നല്ല ശരിയായ നിലപാട് തന്നെയാണ്. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. വായ തുറക്കാതിരിക്കുന്നതായിരുന്നു ഇതിനേക്കാൾ ഭേദം. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതെന്താ കുഴപ്പമുള്ളൂ? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. ഒരടി പിന്നോട്ടില്ല, വിവരദോഷവുമായി മുന്നോട്ട് തന്നെ. ഇവന്മാരെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് പോക്സോ ലംഘനത്തിന് സംരക്ഷണം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഡൈ അടിച്ച് വെച്ചിട്ട് കൂടിപ്പോയോ? ദിവസവും ഓരോരുത്തർ പ്രായമാകും തോറും വെളുത്ത് തല വരുന്നു. അണ്ണന്റെ ഒക്കെ തല കറുത്ത് കൂടുതൽ കറുത്തല്ലോ. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനി പുതു വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അല്ലാതെ നിയമം ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നിയമം നോക്കിയല്ല നമ്മൾ ഒരിടത്തും പോകുന്നത്. അത് നിയമപരമായ പ്രശ്നമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. വിവരദോഷിയാണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവിന് നമ്മൾ ഹാജരാക്കണോ? വേണ്ട. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പാർട്ടി നേരം കുറിക്കും, ഹാരം എടുത്തു കൊടുക്കും, വിപ്ലവാഭിവാദ്യങ്ങൾ മുഴക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. ചിലപ്പോ കൊച്ചു പിള്ളേരായിരിക്കും, കൊച്ചു കുട്ടികളായിരിക്കും കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അത് നമ്മൾ നടത്തി കൊടുക്കും. നിയമം എന്ന് പറഞ്ഞാൽ അത് വേറൊരു വശത്തൂടെ പോകുന്ന കാര്യം. പാർട്ടി നടത്തി കൊടുക്കുന്ന വിവാഹങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ അധികാരമുള്ള കോടതിയും ഇന്ത്യയിലില്ല. റാങ്ക് പറയും അപ്പ കേട്ടാ മതി, റാങ്ക് കാണിക്കും അപ്പ കണ്ടാ മതി. നമ്മൾ ആ നിയമത്തിനെ ലംഘിച്ചെങ്കിൽ അതിൽ പങ്കാളികളാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആള് എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. എന്തിനാ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം? പോലീസ് അന്വേഷിച്ചോട്ടെ. പക്ഷെ അറസ്റ്റ് ചെയ്താൽ പോലീസുകാർ പോയി ജയിലിൽ കിടക്കത്തില്ല, നിങ്ങൾ തന്നെ കിടക്കണം. കേസല്ലോ എത്ര വയസ്സ്? എത്ര ആദ്യത്തെ കേസാണോ ഇത്? നമ്മൾ ജയിലിൽ ചെന്ന് കിടക്കും, ഉണ്ട തിന്നും, ഞങ്ങൾ വീണ്ടും ഇറങ്ങും, വീണ്ടും വിവരദോഷം പറയും, കാണിക്കും, അരുതാത്തത് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജീവിതം അതാണല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമൊന്നല്ല, നമ്മുടെ ജീവിതമേ അതാണല്ലോ. ഇയാൾ എന്തൊരു മനുഷ്യനാ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. നവോത്ഥാനത്തെ കുറിച്ച് പ്രബുദ്ധത്തെ കുറിച്ചൊക്കെ ലാത്തി അടിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയോ? ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം ലോകത്തിന്റെ മുന്നിൽ. പൊട്ടം കാണാറുന്നല്ലാണ്ട് വേറെന്ത് വിളിക്കുവനെ? അല്ല പിന്നെ സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. ആ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് മുസ്ലിം വിവാഹം തമ്മിലുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടത്തി, സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് നിയമപ്രാബല്യം ഉണ്ടാകുകയില്ല. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സംവിധാനത്തിനെ സ്മാർട്ട് എന്നല്ല ഊള എന്നാണ് വിളിക്കേണ്ടത്. അമ്മാതിരി ഊളത്തരമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചത്. ഗോവിന്ദൻ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാടില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ്. അതുപോലെ ശിവൻകുട്ടി സഖാവ്, അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB കാരനാണ്. നമ്മുടെ ഡബിൾ റഹീം ഉണ്ടല്ലോ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം. ഇദ്ദേഹം തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അതിലൂടെ എന്ത് പ്രസക്തി ഉണ്ട്? സ്വന്തം കാര്യം വന്നപ്പോൾ ലുട്ടാപ്പിക്കും ഇതൊക്കെ അറിയാമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ്. ഓക്സ്ഫോർഡ് കാര്യം ഉണ്ടാവല്ലോ വരുന്നത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. എന്തോന്നാണത്?
വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. വളരെ പ്രകടമായിട്ടുള്ള വസ്തുതകളുടെ വെളിച്ചത്തിൽ മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും പോക്സോ കേസിൽ പ്രതിയാകും. അവൻ വെറുതെ പേടിപ്പിച്ചതായിരിക്കും. എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പറച്ചില് കേട്ട ഏതാണ്ട് വലിയ പദവിയിലെത്തി ഞെളിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. ഞാൻ എത്രയോ കേസൊക്കെ അഭിമുഖീകരിച്ചാണ് ഇവിടെ എത്തിയത്. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി ജയിലിൽ പോയി കിടന്ന പോലെ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അല്ലാണ്ട് കേസ് വരുമ്പോ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാ വിചാരിച്ചിട്ടുള്ളത്. കേസ് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ മാളത്തിൽ ഒളിക്കാറ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ. അതെന്താ, കല്യാണം കഴിക്കുന്നതിന് പ്രത്യേക അന്തരീക്ഷമൊക്കെ ആവശ്യമുണ്ടോ? അതാണോ നിങ്ങൾ ഒരുക്കി കൊടുത്തത്? എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കുന്നത്. അല്ല നിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. എങ്ങനെ മാസ്റ്റർക്ക് മനസ്സിലായത്? കുറച്ചു മുമ്പ് പറഞ്ഞത് അതൊക്കെ പോലീസിന്റെ വകുപ്പാണ്, നമ്മൾ അതൊന്നും നോക്കിയിട്ടല്ല പോയത്. 2 പേർക്ക് ആവശ്യമാണെന്ന് തോന്നി അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. അതിനുവേണ്ടി നമ്മൾ പോയെന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇപ്പൊ രേഖകളൊക്കെ പരിശോധിച്ചിട്ടായിരുന്നു അപ്പൊ ഇത് ചെയ്തത്. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്താ നിന്റെ ഉദ്ദേശം? 5ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. 5ാമത്തെ വയസ്സിലെടുത്ത രേഖയും കൊണ്ടാണോ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട് വന്നത്? അത് പരിശോധിച്ചിട്ടാണോ നിങ്ങൾ കാർമ്മികത്വം വഹിച്ചത്? ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും തലയിലോട്ട് ഈ കുറ്റം കൊണ്ട് വെക്കാന്ന് വിചാരിക്കണ്ട. അവരും കൂടെ ഒക്കെ പങ്കാളികളാകുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്തത് തന്നെ. എന്തൊരു കൊട്ടിഘോഷമായിരുന്നു. സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. വേണ്ട, അതും അവരുടെ തലയെ കൊണ്ടിട്ട്. ഇതിന് മുന്നിൽ നിങ്ങളായിരുന്നെന്ന് സമ്മതിച്ചല്ലോ, പിന്നില് സംഘപരിവാറെങ്കിൽ സംഘപരിവാർ. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മോദിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നങ്ങ് പറഞ്ഞു വെക്ക്. ഏതായാലും ഇതുവരെ എത്തിയില്ലേ? അതെങ്ങനെ നിന്നെ പോലൊരു മര കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്നത്. സംഘപരിവാറുകാര് ഭീഷണിപ്പെടുത്തുമായിരുന്നെന്ന് ഇവർ ഏത് ഭാഷയിൽ പറഞ്ഞ് കേൾപ്പിച്ചു ഗോവിന്ദൻ മാസ്റ്ററെ? എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. തിരുവനന്തപുരത്ത് ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം ഇത്തരത്തിലുള്ള സംഘപരിവാർ കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ഇപ്പൊ ആരുടെ മുനയാണ് ഒടിഞ്ഞത് എന്നതിനെ കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റക്കിലോട്ട് പോകായിരുന്നു. അപ്പോൾ ഓടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. ഹിന്ദി അറിയാവുന്നവർ പറഞ്ഞു കൊടുക്ക്, ഈ വിവാഹം നടത്തരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നായിരിക്കും ശിവൻകുട്ടി പറയുക. മനസ്സിലായി. പിന്നെ ബഹുഭാഷാ പാണ്ഡിത്യമുള്ള നിരവധി പേർ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണമല്ലേ. ഞാനേ തൊഴിലാളിവർഗത്തിന്റെ നേതാവാ. ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടൊന്നും അല്ല പോകുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ, 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാര്. അതാണ് നമ്മുടെ പ്രശ്നം. ഒരേ മതവിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കൂല. കാരണം അതിന് വാർത്താ പ്രാധാന്യം ഇല്ല. ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. നിർത്ത്, ഇനി കൃഷി നിർത്ത്. ഇന്ത്യൻ നിയമത്തെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത് എന്നുള്ള കാര്യം പോലും അറിയാമോ? ഇല്ല. പേരെന്താ? മാസ്റ്റർ. മാർസിസ്റ്റുകാർ എപ്പോഴായാലും എവിടെയായാലും മാർസിസ്റ്റുകാർ തന്നെ ആയിരിക്കും. ഈ കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇപ്പൊ അത് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും ശരിയാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും ശരിയാണ്, അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും ശരിയാണ്, ആഗോള സെക്രട്ടറി ആയാലും ശരിയാണ്. കാറ്റഗറി ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും തലക്കകത്ത് ചകിരിച്ചോറാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരി എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. മാധ്യമങ്ങളെയൊക്കെ കണ്ട് ഞങ്ങള് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങള് നരകത്തിൽ ഉള്ള കുറച്ച് ആളുകൾ ഇത് നടത്തി കൊടുത്തു. എന്നിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളി. അങ്ങനെ ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരുടെ മൊത്തം ഹൃദയം തകർത്തു, അതിന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി. ഇത്രയും ഞങ്ങൾ ചെയ്തുള്ളൂ. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇപ്പം മനസ്സിലായില്ലേ? ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ശിവൻകുട്ടിയും ഗോവിന്ദനും സ്വന്തം കുടുംബത്തിൽ നടത്തി വിപ്ലവം കാണിക്കണം. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ
വിധിയുടേത് മാത്രം. അതിലൊന്നും ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന് തിരിച്ചറിയുന്ന പേർക്കുണ്ടാവണ്ട. മാളത്തിൽ ഒളിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളൊക്കെ പോയി ഒളിക്കുമെന്നറിയാം, അതിലോട്ടൊന്നും കടക്കണ്ട. പക്ഷേ ഇത്ര ആത്മവിശ്വാസത്തോടെ ഇരുന്നുകൊണ്ട് നുണ പറയാനുള്ള വ്യാഷ്ട്രന്റെ ഒരു കഴിവുണ്ടല്ലോ, അത് എവിടുന്ന് കിട്ടിയതാ? കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ആ നുണ പറയാനുള്ള കഴിവും വിവരദോഷവും കൂടെ ആയപ്പോ അഹങ്കാരം ഒട്ടും കുറയ്ക്കാതെ സംസാരിക്കാൻ പറ്റി. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനെയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നാണമുള്ള ആൾക്കേ നാണത്തിന് കേട് സംഭവിക്കുള്ളൂ. അഭിമാനക്ഷത ആർക്കാ സംഭവിക്കുന്നത്? അഭിമാനമുള്ള ആൾക്ക്. അതുകൊണ്ട് ഇതൊന്നും കയ്യിലില്ലാത്തവരെ ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ ഇത് മാധ്യമപ്രവർത്തകരുടെ വിവരദോഷം. അല്ല ഗോവിന്ദ സാറേ, പാർട്ടി 50 സീറ്റിൽ ഒതുങ്ങിയാൽ AKG സെന്ററിന്റെ മുമ്പിൽ പിണറായി ബ്യൂറോ ഓഫ് മാരിയേജ് എന്ന ബോർഡ് വെക്കുമോ? ഒരു കണക്കിന് മെയ് 4 കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചുമ്മാതിരിപ്പല്ലേ. എല്ലാത്തിന്റെയും കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ആകും. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല.